സ്നേഹത്തിന്റെ വിപരീത പദം വെറുപ്പല്ല, അത് നിസ്സംഗതയാണ് എന്ന എലി വിസലിന്റെ വാക്കുകൾ ഒരു ദാമ്പത്യ തകർച്ചയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ദാമ്പത്യം എന്നത് രണ്ട് ശരീരങ്ങളുടെ കൂടിച്ചേരലല്ല, മറിച്ച് രണ്ട് ആത്മാക്കളുടെ നിരന്തരമായ സംവാദമാണ്. ഈ സംവാദം നിലയ്ക്കുകയും പകരം ശൂന്യത നിറയുകയും ചെയ്യുമ്പോൾ അവിടെ സൈക്കോളജിക്കൽ ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നു. ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയിൽ നിന്ന് മാനസികമായി പടിയിറങ്ങുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ഒരാളുടെ ഉപബോധ മനസ്സിലെ താല്പര്യക്കുറവ് പ്രകടമാകുന്നത് അയാളുടെ സൂക്ഷ്മമായ പെരുമാറ്റങ്ങളിലൂടെയാണ്. സ്നേഹമില്ലാത്ത ഒരു മേൽക്കൂരയ്ക്ക് താഴെ കഴിയുന്നതിനേക്കാൾ പ്രധാനം ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനമാണ് എന്ന് തിരിച്ചറിയുക. ഈ നിസ്സംഗതയുടെ 15 ഭീകരമായ മുഖങ്ങൾ നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യാം. ഒന്നാമതായി, വൈകാരികമായ നിസ്സംഗതയും സഹാനുഭൂതിയുടെ തകർച്ചയുമാണ്. മനഃശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് അഡ്ലർ നിരീക്ഷിച്ചതുപോലെ സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുകയും മറ്റൊരാളുടെ ചെവിയിലൂടെ കേൾക്കുകയും മറ്റൊരാളുടെ ഹൃദയത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ പങ്കാളിക്ക് നിങ്ങളോട് താല്പര്യം നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ വേദനകൾ വെറും അപരിചിതമായ ശബ്ദങ്ങൾ മാത്രമായി മാറുന്നു. സ്നേഹത്തിന്റെ അഭാവം വെറുപ്പല്ല, മറിച്ച് പങ്കാളിയുടെ സാന്നിധ്യത്തോടുള്ള പൂർണ്ണമായ നിസ്സംഗതയാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ എത്തുന്നതിന് പകരം അയാൾ കൂടുതൽ അസ്വസ്ഥനാകുകയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നു. സ്നേഹമുള്ള ഒരാൾ പങ്കാളിയുടെ വേദന സ്വന്തം വേദനയായി കാണുമ്പോൾ താല്പര്യമില്ലാത്ത ഭർത്താവിന് അത് വെറും നാടകം മാത്രമായി തോന്നിത്തുടങ്ങുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ എമ്പതി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ കണ്ണീരോ സങ്കടമോ അയാളിൽ യാതൊരു ചലനവും ഉണ്ടാക്കാത്ത അവസ്ഥയാണിത്. രണ്ടാമതായി, സംഭാഷണങ്ങളുടെ മരണമാണ്. ഭാഷയാണ് ബന്ധങ്ങളുടെ പ്രാണവായു. സംഭാഷണങ്ങൾ കുറയുകയും അവ കേവലം ആവശ്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ഇമോഷണൽ ഡിവോഴ്സ് സംഭവിക്കുന്നു. ഒരു നല്ല ബന്ധം നിലനിൽക്കുന്നത് സംസാരിക്കുമ്പോഴല്ല, മറിച്ച് കേൾക്കുമ്പോഴാണ്. എന്നാൽ താല്പര്യമില്ലാത്ത ഭർത്താവിന് ഭാര്യ പറയുന്നത് കേൾക്കുന്നത് ഒരു വലിയ ജോലിയായി അനുഭവപ്പെടുന്നു. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അയാൾ ഫോണിലേക്ക് നോക്കുകയോ മറ്റൊരു മുറിയിലേക്ക് പോവുകയോ ചെയ്യുന്നത് നിങ്ങളോടുള്ള കടുത്ത അവഗണനയാണ്. അയാൾ നിങ്ങളോട് സംസാരിക്കാൻ വിസമ്മതിക്കുമ്പോൾ അയാളുടെ ലോകത്തു നിന്ന് നിങ്ങളെ പടിയിറക്കി വിടുകയാണ് ചെയ്യുന്നത്. നിശബ്ദത ഒരു ആയുധമായി മാറുമ്പോൾ അത് ഏതൊരു വാക്കുകളെക്കാളും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. മൂന്നാമതായി, ഗ്യാസ് ലൈറ്റിംഗ് എന്ന മാരകായുധം. നിങ്ങളുടെ ന്യായമായ സംശയങ്ങളെയും വൈകാരികമായ ആവശ്യങ്ങളെയും നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന രീതിയാണിത്. ഒരു ഭർത്താവ് തൻ്റെ തെറ്റുകൾ മറച്ചുപിടിക്കാൻ ഭാര്യയുടെ മാനസിക നില ശരിയല്ല എന്ന് അവളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കേവലം സ്നേഹക്കുറവല്ല, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. നിങ്ങൾ പറയുന്ന സത്യങ്ങളെ അയാൾ നിരന്തരം നിഷേധിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിലും ചിന്തയിലും നിങ്ങൾക്ക് തന്നെ സംശയം തോന്നി തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള മാനസിക കൃത്രിമത്വം ഒരു ബന്ധത്തിലെ സ്നേഹത്തിന്റെ അവസാന തുള്ളിയും വറ്റിച്ചു കളയുന്നു. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ പങ്കാളിയെ കുറ്റക്കാരിയാക്കി മാറ്റുന്ന ഈ പ്രവണത നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. നാലാമതായി, ശാരീരികമായ അകൽച്ചയും സ്പർശനത്തിന്റെ അഭാവവുമാണ്. ലൈംഗികതയ്ക്കപ്പുറം ഒരു ചെറിയ സ്പർശനം, ആലിംഗനം അല്ലെങ്കിൽ കൈകോർത്തു പിടിക്കൽ എന്നിവയാണ് ഒരു ദാമ്പത്യത്തിന് ഊഷ്മളത നൽകുന്നത്. ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ ഇത്തരം സ്പർശനങ്ങളിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. താല്പര്യമില്ലാത്ത ഭർത്താവ് ഇത്തരം ശാരീരിക സാമീപ്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. നിങ്ങൾ അടുത്തു വരുമ്പോൾ അയാൾ അസ്വസ്ഥനാകുകയോ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നത് പോലെ മാറി നിൽക്കുകയോ ചെയ്യുന്നു. ഉറങ്ങുമ്പോൾ തിരിഞ്ഞു കിടക്കുകയോ നിങ്ങൾ അടുത്തു വരുമ്പോൾ അസ്വസ്ഥത കാണിക്കുകയോ ചെയ്യുന്നത് അയാളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ തിരസ്കരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്നേഹമില്ലാത്ത ഒരു സ്പർശനം പോലും അസാധ്യമായി തോന്നുമ്പോഴാണ് ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയെ ശാരീരികമായി അകറ്റി നിർത്തുന്നത്. മനസ്സകലുമ്പോൾ ശരീരം സ്വാഭാവികമായും ഒരു അയിത്തം പ്രഖ്യാപിക്കുന്നു. അഞ്ചാമതായി, വിഷലിപ്തമായ താരതമ്യപ്പെടുത്തലാണ്.
മറ്റൊരു സ്ത്രീയെയോ സുഹൃത്തിനെയോ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങളെ തരം താഴ്ത്തുന്നത് സ്നേഹശൂന്യമായ ഒരു മനസ്സിന്റെ പ്രകടമായ അടയാളമാണ്. അവളെ കണ്ടുപഠിക്കൂ, നീ എന്തുകൊണ്ടാണ് അവളെപ്പോലെ പെരുമാറാത്തത് തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ കുത്തിനോവിക്കുന്നു. സ്നേഹമുള്ള ഒരാൾ പങ്കാളിയുടെ പോരായ്മകളെ ലോകത്തിനു മുന്നിൽ മറച്ചു പിടിക്കുമ്പോൾ താല്പര്യമില്ലാത്ത ആൾ അത് ആഘോഷമാക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് നിരീക്ഷിച്ചതുപോലെ സ്നേഹം എന്നത് മറ്റൊരാളെ അയാളുടെ പൂർണ്ണതയോടെ അംഗീകരിക്കലാണ്. എന്നാൽ ഇവിടെ അയാൾ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. മറ്റൊരു സ്ത്രീയുടെ കഴിവിനെയോ രൂപത്തെയോ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങളെ തരം താഴ്ത്തുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും നിങ്ങളെ ഒരു അപകർഷതാബോധത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ആറാമതായി പരസ്യമായ അവഗണനയും അപമാനവുമാണ്. 4 പേരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പരിഹസിക്കുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ചു തള്ളുകയോ ചെയ്യുന്നത് ബന്ധത്തോടുള്ള അയാളുടെ ബഹുമാനം നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. മറ്റുള്ളവർ ചിരിക്കുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടുന്നത് കണ്ട് അയാൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല. നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഒരു അപരിചിതിയെ പോലെ പെരുമാറുന്നതും നിങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ മടിക്കുന്നതും അയാളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളോടുള്ള ലജ്ജയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബന്ധം പൊതുവിടത്തിൽ നിഷേധിക്കപ്പെടുമ്പോൾ അത് ആത്മീയമായി മരിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പങ്കാളിയെ തരം താഴ്ത്തുന്നവർ യഥാർത്ഥത്തിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ്. 7ാമതായി ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുടുംബം എന്നത് ഒരു ടീം വർക്കാണ്. എന്നാൽ ഭർത്താവ് വീട്ടുജോലികളിലോ കുട്ടികളുടെ കാര്യങ്ങളിലോ യാതൊരു പങ്കാളിത്തവും നൽകാതെ ഒരു അതിഥിയെ പോലെ പെരുമാറുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അയാൾ അത് നിങ്ങളുടെ മാത്രം ബാധ്യതയായി മാറ്റുന്നു. ഇതൊക്കെ നിന്റെ പണിയല്ലേ എന്ന ചോദ്യത്തിലൂടെ അയാൾ നിങ്ങളെ ഒരു പങ്കാളിയായല്ല മറിച്ച് ഒരു സേവകയായാണ് കാണുന്നത് എന്ന് വ്യക്തമാകുന്നു. വീട് അയാൾക്ക് വെറുമൊരു ലോഡ്ജ് മാത്രമായി മാറുന്നു. നിങ്ങളെ സഹായിക്കുന്നത് പോയിട്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പങ്കാളിത്തം അവസാനിക്കുമ്പോൾ ദാമ്പത്യം വെറുമൊരു കരാർ മാത്രമായി മാറുന്നു. 8ാമതായി അകാരണമായ ദേഷ്യവും പ്രകോപനവുമാണ്. ചായയിൽ പഞ്ചസാര കുറഞ്ഞതിനോ അല്ലെങ്കിൽ സാധനങ്ങൾ അടുക്കി വെക്കാത്തതിനോ വലിയ രീതിയിൽ ബഹളം വെക്കുന്നത് പ്രകടമായ താല്പര്യമില്ലായ്മയാണ്. ഈ ദേഷ്യം യഥാർത്ഥത്തിൽ ആ വിഷയത്തോടല്ല മറിച്ച് നിങ്ങളോടുള്ള മടുപ്പിനോടാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിസ്പ്ലേസ്ഡ് അഗ്രേഷൻ എന്ന് വിളിക്കുന്നു. പുറത്തുനിന്നുള്ള ദേഷ്യമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള വിരക്തിയോ അയാൾ ഓരോ നിസ്സാര കാര്യത്തിലും തീർക്കുന്നു. ശാന്തമായ ഒരു അന്തരീക്ഷം അയാൾക്ക് ഭയമാണ്. കാരണം അവിടെയാണ് അയാൾക്ക് നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടി വരുന്നത്. വഴക്കുകൾ സൃഷ്ടിക്കുന്നതിലൂടെ അയാൾ നിങ്ങൾക്കിടയിൽ ഒരു വൈകാരിക അകലം നിലനിർത്താൻ ശ്രമിക്കുന്നു. 9ാമതായി രഹസ്യങ്ങളുടെ മതിൽക്കെട്ടുകളാണ്. വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ ആണിക്കല്ല്. ഫോൺ പാസ്വേഡ് മാറ്റുകയോ നിങ്ങൾ അടുത്ത് വരുമ്പോൾ കോൾ കട്ട് ചെയ്യുകയോ സാമ്പത്തിക കാര്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നത് പങ്കാളിയിൽ നിന്ന് മനസ്സകന്നതിന്റെ ലക്ഷണമാണ്. എനിക്ക് എൻ്റെ സ്വകാര്യത വേണം എന്ന വാദമുയർത്തി അയാൾ നിങ്ങളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നു. സുതാര്യതയില്ലാത്ത ഒരു ബന്ധം കറപിടിച്ച കണ്ണാടി പോലെയാണ്. അതിൽ സ്നേഹത്തിന്റെ യഥാർത്ഥ ചിത്രം കാണാൻ കഴിയുകയില്ല. രഹസ്യങ്ങൾ ഉടലെടുക്കുമ്പോൾ സത്യം വാതിൽ വഴി പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരു ലോകം അയാൾ തനിക്ക് കെട്ടിപ്പടുക്കുമ്പോൾ ആ ലോകത്തു നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുന്നു. 10ാമതായി ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അയാളുടെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ന വാക്കിന് പകരം ഞാൻ എന്ന വാക്ക് കടന്നു വരുന്നു. അടുത്ത വർഷത്തെ യാത്രയെക്കുറിച്ചോ പുതിയ വീടിനെക്കുറിച്ചോ അയാൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റോൾ അവിടെ എവിടെയാണ് എന്ന് അയാൾ വ്യക്തമാക്കുന്നില്ല. ഭാവിയിൽ നിങ്ങളില്ലാത്ത ഒരു ലോകം അയാൾ മാനസികമായി പണിതു കഴിഞ്ഞു. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഭാവിയെ അവരുടെ ഭാവിയുമായി കൂട്ടിച്ചേർക്കും. അയാൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിങ്ങൾ ഒരു പങ്കാളിയല്ല, തൻ്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അയാൾ മാനസികമായി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണത്. 11ാമതായി സമയത്തിന്റെ ദൗർലഭ്യവും മറ്റ് ഹോബികളിലേക്കുള്ള ഒളിച്ചോട്ടവുമാണ്. ജോലിത്തിരക്ക് എല്ലാവർക്കും ഉണ്ടാകാം, എന്നാൽ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക എന്നത് മുൻഗണനയുടെ കാര്യമാണ്.
സുഹൃത്തുക്കൾക്കായി മണിക്കൂറുകൾ മാറ്റിവെക്കുന്നയാൾ ഭാര്യയ്ക്കായി 10 മിനിറ്റ് പോലും ചിലവാക്കാൻ മടിക്കുന്നുണ്ട് എങ്കിൽ ആ ബന്ധം അവസാന ഘട്ടത്തിലാണ്. വീട്ടിലുണ്ടായിട്ടും അയാൾ എപ്പോഴും ഗെയിമുകളിലോ സോഷ്യൽ മീഡിയയിലോ സുഹൃത്തുക്കളോടൊപ്പമോ ആയിരിക്കും. നിങ്ങളുമായി ചിലവഴിക്കാനുള്ള സമയം അയാൾ ഇത്തരം കാര്യങ്ങൾക്കായി മോഷ്ടിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള സമയം അയാൾക്ക് ബോറടിക്കുന്നു എന്നതിൻ്റെ നേരിട്ടുള്ള അടയാളമാണിത്. സമയം നൽകുക എന്നതിനേക്കാൾ വലിയൊരു സമ്മാനം സ്നേഹിക്കുന്നവർക്ക് നൽകാനാവുകയില്ല. 12-ാമതായി മൗനത്തെ ശിക്ഷയായി ഉപയോഗിക്കുന്നതാണ്. ഒരഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ദിവസങ്ങളോളം സംസാരിക്കാതിരിക്കുന്നത് സ്നേഹക്കുറവ് മാത്രമല്ല, അതൊരു വലിയ മാനസിക പീഡനമാണ്. മനഃശാസ്ത്രജ്ഞനായ ജോൺ ഗോട്ട്മാൻ ഇതിനെ സ്റ്റോൺ വാളിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ കരച്ചിലുകൾക്കോ ചോദ്യങ്ങൾക്കോ മറുപടി നൽകാതെ നിങ്ങളെ അവഗണിക്കുന്നതിലൂടെ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അയാൾ ഇല്ലാതാക്കുന്നു. നിങ്ങളവിടെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മൗനം ഏതൊരു ശാരീരിക ഉപദ്രവത്തെക്കാളും വേദനയുണ്ടാക്കുന്നതാണ്. മറുപടി നൽകാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന സന്ദേശമാണ് അയാൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ നിശബ്ദത ഏതൊരു കരച്ചിലിനേക്കാളും ഭീകരമാണ്. 13-ാമതായി നിങ്ങളുടെ വിജയങ്ങളോടുള്ള അസൂയയും പുച്ഛവുമാണ്. നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടായാലോ അയാൾ അതിനെ അഭിനന്ദിക്കുന്നില്ല. പകരം അതിലെ പോരായ്മകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത് വെറും ഭാഗ്യം മാത്രമാണ് എന്ന് പറയുകയോ ചെയ്യുന്നു. നിങ്ങളുടെ വളർച്ച അയാളെ അസ്വസ്ഥനാക്കുന്നു. തന്നേക്കാൾ ഉയരത്തിൽ നിങ്ങൾ എത്തുന്നത് അയാൾക്ക് തൻ്റെ ആധിപത്യം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിപ്പിക്കുന്നു. ഒരു നല്ല പങ്കാളി നിങ്ങളുടെ ചിറകുകൾക്ക് കാറ്റാകുമ്പോൾ താല്പര്യമില്ലാത്ത പങ്കാളി ആ ചിറകുകൾ അരിയാൻ ശ്രമിക്കുന്നു. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ സ്നേഹം ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നായി മാറരുത്. 14-ാമതായി പ്രശംസയുടെയും അഭിനന്ദനത്തിൻ്റെയും പൂർണ്ണമായ അഭാവമാണ്. വർഷങ്ങളായി നിങ്ങൾക്കായി ഒരു നല്ല വാക്ക് പോലും അയാൾ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നിങ്ങളുടെ സൗന്ദര്യത്തെയോ നിങ്ങളുടെ ഭക്ഷണത്തെയോ നിങ്ങളുടെ രൂപത്തെയോ അയാൾ പ്രശംസിക്കുന്നില്ല. ഒരു മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. അത് നൽകാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളാണെന്ന തോന്നൽ നിങ്ങളെ ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നു. പ്രശംസയില്ലാത്ത ദാമ്പത്യം വെള്ളമില്ലാത്ത ചെടി പോലെ വാടിപ്പോകുന്നു. ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് അംഗീകരിക്കപ്പെടുക എന്നത്. അത് നൽകാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പടിപടിയായി അയാൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. 15-ാമതായി മാറ്റങ്ങളോടുള്ള വിമുഖതയും ബന്ധം നന്നാക്കാനുള്ള വിസമ്മതവുമാണ്. ബന്ധം ശരിയാക്കാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അയാൾ എതിർക്കുന്നു. കൗൺസിലിങ്ങിന് പോകാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അയാൾ തയ്യാറാകാതിരിക്കുന്നത് അയാൾക്ക് ഈ ബന്ധം നിലനിർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞ് അയാൾ സത്യത്തെ നിഷേധിക്കുന്നു. മാറാൻ തയ്യാറാകാത്ത ഒരു മനസ്സ് യഥാർത്ഥത്തിൽ ആ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. മാറ്റങ്ങളെ ഭയപ്പെടുന്നത് ആ മാറ്റം വന്നാൽ തനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തോടെ പെരുമാറേണ്ടി വരുമോ എന്ന ഭയത്താലാണ്. താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അകൽച്ചയിൽ അയാൾ സംതൃപ്തനാണ് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. വിക്ടർ ഫ്രാങ്കിൾ തൻ്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനിൽ നിന്നെല്ലാം എടുത്തു മാറ്റാം, എന്നാൽ ഒരു കാര്യം മാത്രം മാറ്റാനാവുകയില്ല. അത് ഏതൊരു സാഹചര്യത്തിലും തൻ്റെ മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. ദാമ്പത്യം എന്നത് 2 വ്യക്തികൾ ഒരേ ദിശയിലേക്ക് നോക്കി നടത്തുന്ന യാത്രയാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ട് എങ്കിൽ അത് വെറുതെ തള്ളിക്കളയരുത്. സ്നേഹം യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് മഴ പോലെ സ്വാഭാവികമായി പെയ്യേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം പഴിചാരാതെ സ്വന്തം അന്തസ്സും മാനസികാരോഗ്യവും സംരക്ഷിക്കാൻ ഓരോ സ്ത്രീയും തയ്യാറാകണം. സ്നേഹമില്ലാത്ത ഒരു ബന്ധത്തിന്റെ ഭാരം പേറുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് അന്തസ്സോടെ ജീവിക്കുന്നതാണ്. ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണിത്. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.